കുറേ നാളായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടണോ വേണ്ടയോന്ന്. അവസാനം അതങ്ങ് തീരുമാനിച്ചു. കാണിച്ചേക്കാം. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ ഉണ്ടാക്കിയപ്പോൾ ഉള്ള പോലെ ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സാധനങ്ങളില്ല. പണ്ട് കാലത്തെ കോയിൻസ് തൊട്ട് എൻ്റെ പണ്ടത്തെ ID കാർഡ് തൊട്ട് കേശുവിൻ്റെ ഉടുപ്പ് തൊട്ട് സകലമാന സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇതൊക്കെ എൻ്റെ പഴയ ക്രാഫ്റ്റാണ് കേട്ടോ. പിന്നെ ദേ കാണിക്കുന്നു 1 2 3 4 5 6 ID കാർഡ് എങ്ങാണ്ടുണ്ട് എൻ്റെ കയ്യിൽ. 4ാം ക്ലാസ് തൊട്ടുള്ള ID കാർഡുകളുണ്ട്. എൻ്റെ ഓരോ ഫേസ് നിങ്ങൾ കണ്ടു. എന്താണല്ലേ. പിന്നെ നെക്സ്റ്റ് ഈസ് മൈ കേശുവിൻ്റെ കുഞ്ഞു കുപ്പിയുടെ മറ്റേ അവൻ്റെ ഫസ്റ്റ് നിപ്പിൾ കുപ്പിയുടെ അടപ്പാണ് കേട്ടോ അത്. അതുപോലെ അവൻ്റെ ഒരു റോസ് ഉടുപ്പ് അതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, കണ്ടിരുന്നില്ലേ. പിന്നെ മറ്റേ പൊക്കിളിൽ ഇട്ടുണ്ടായിരുന്ന ഈ കേശുവിനെ തരുമ്പോൾ ഇങ്ങനെ പൊക്കിളിൽ ഇടില്ലേ, ആ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഒരു തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ ഒരു 3ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള ക്രിസ്മസ് കാർഡാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കാർഡും പാത്തി തന്നതാണ് കേട്ടോ. പാത്തി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് എന്താ പറയുക, അതിനകത്ത് പകുതിയിലധികം അവൾ തന്ന ക്രിസ്മസ് കാർഡ് മാത്രമാണുള്ളത്. പിന്നെ ദേ ഇത് കണ്ട, ഇതിനകത്ത് ഞാൻ ഓരോ ഫോട്ടോസ്, പഴയ ഫോട്ടോസാണ്. അങ്ങനെ ഞാനും ഒരു എന്താ പറയുക മാടമ്പിള്ളിയിലെ നർത്തകിയായിരുന്നു ഗൈസ് ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും കുറച്ചൊക്കെ നർത്തകിയാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു പീക്ക് ലെവലിലേക്ക് എത്താൻ എനിക്ക് കഴിയുന്നില്ല. ഇത് പിന്നെ ഇപ്പോഴത്തെ പോലെ തന്നെ പണ്ടും അല്ലറ ചില്ലറ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക അടയാളങ്ങളാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ തുറക്കുന്ന സാധനങ്ങൾ, അടയ്ക്കുന്ന സാധനങ്ങൾ, വലിക്കുന്ന സാധനങ്ങൾ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും എന്തിനാണ് സൂക്ഷിച്ച് വയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ പഴയ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് കാണാൻ ഭയങ്കര രസമാണ്. ഇതൊക്കെ ഓരോ ബുക്കുകളാണ്, എന്തിനോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബുക്കുകൾ. ഇപ്പോഴും ബുക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇപ്പം നേഴ്സിങ്ങിനായതുകൊണ്ട് ബുക്കുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്. ക്ലിനിക്സിൽ പോകുമ്പോൾ ഉപയോഗിക്കാം. ഇത് എനിക്ക് അക്സ എൻ്റെ ബർത്ത്ഡേക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ ഏത് ബർത്ത്ഡേക്കാണ്, 17ാമത്തെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു അവൾ തന്നിട്ടുള്ളതാണ്. ആ ഗിഫ്റ്റ് അന്നുണ്ടായിരുന്ന കോലം ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായി. അതുപോലെ തന്നെ അവളൊരു പേപ്പറിൽ 2 പെൺപിള്ളേരെ വരച്ചിരുന്നുണ്ടായി. ഒരെണ്ണം ഞാനും ഒരെണ്ണം അവളുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.